കോവിഡ്-19 ഓർമ്മിപ്പിക്കും വിധം ചൈനയിൽ ശ്വാസകോശ സംബന്ധമായ അണുബാധയായ ഹ്യൂമൻ മെറ്റാപ്ന്യൂമ വൈറസ് കേസുകൾ വർദ്ധിച്ചു വരികയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. വൈറസ് രാജ്യത്തുടനീളം അതിവേഗം പടരുന്നു. ഇത് ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങളെ വളരെയധികം ബാധിക്കുമെന്ന ആശങ്ക സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയരുന്നുമുണ്ട്. എന്നാൽ ചൈന ഇതുവരെ HMPVയെ പകർച്ചവ്യാധിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. അതിനാൽ ഇവ കോവിഡിന് സമാനമായ സാഹചര്യം സൃഷ്ടിക്കുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാനും കഴിയില്ല. ലോകാരോഗ്യ സംഘടനയുടെ പശ്ചിമ പസഫിക് റീജിയൻ ഓഫീസിന്റെ കണക്കുകൾ പ്രകാരം ഡിസംബർ 16 മുതൽ 22 വരെ ചൈനയിലുടനീളം അക്യൂട്ട് റെസ്പിറേറ്ററി അണുബാധകൾ വർദ്ധിച്ചതായി പറയുന്നു. സീസണൽ ഇൻഫ്ലുവൻസ, റിനോ വൈറസ്, റെസ്പിറേറ്ററി സിൻസിറ്റിയൽ വൈറസ്, HMPV എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. റോയിട്ടേഴ്സ് റിപ്പോർട്ട് പ്രകാരം ചൈനയിൽ പ്രത്യേകിച്ച് വടക്കൻ പ്രവിശ്യകളിലെ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ പ്രചരിക്കുന്ന HMPV കേസുകളിൽ ഗണ്യമായ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇത് വൈറസ് ഇന്ത്യയിലെത്താൻ സാധ്യതയുള്ളതോ അല്ലെങ്കിൽ കോവിഡ്-19 പാൻഡമിക്കിന് സമാനമായ മറ്റൊരു പൊതുജനാരോഗ്യ പ്രതിസന്ധി സൃഷ്ടിക്കാനോ ആയ ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തു.